മാതൃഭൂമി ദിനപത്രത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ 2025 മെയ് 26 തിങ്കളാഴ്ചയിലെ മാതൃഭൂമി ദിനപത്രത്തിൽ 9-ാം പേജിലാണ് വാർത്തയുള്ളത്. 9-ാം പേജിൽ താഴെ 2 കോളം വാർത്തയാണ്. വലിയ വാർത്തയാണ്. വലിയ വാർത്ത എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എല്ലാ മാധ്യമങ്ങളിലും 1-ാം പേജിൽ വരേണ്ട വാർത്തയാണ്. പക്ഷേ മാതൃഭൂമി 9-ാം പേജിൽ 2 കോളം വാർത്തയെങ്കിലും നൽകിയിട്ടുണ്ട്. മറ്റു പത്രങ്ങളിലൊന്നും ഈ വാർത്ത അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ കണ്ടിട്ടില്ല. മാതൃഭൂമിയിലാണ് കണ്ടത്, ശ്രദ്ധയിൽപ്പെട്ടത്. ഖേദം പ്രകടിപ്പിച്ച് മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. കെമാൽ പാഷനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മുൻ ഹൈക്കോടതി ജഡ്ജിയാണ്. അദ്ദേഹം ആനുകാലിക വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ്, പ്രതികരിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ടെലിവിഷൻ ചാനലുകളിലെ സ്ഥിരം സാന്നിധ്യവും കൂടിയാണ്. സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട്. മറ്റ് യൂട്യൂബ് ചാനലുകളിലൂടെ സ്വന്തം നിലപാട്, രാഷ്ട്രീയ നിലപാടൊക്കെ പറയുന്ന ആളാണ് ജസ്റ്റിസ് കെമാൽ പാഷ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നു വരാറുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാറുണ്ട്. കാരണം മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് കെമാൽ പാഷ എന്ന് വെച്ചാൽ അദ്ദേഹം സമൂഹത്തിൽ ഒരു വില നൽകുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ആധികാരികത ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാളാണ് ഖേദം പ്രകടിപ്പിച്ചത് എന്നോർക്കണം. ഇനി ആരോടാണ് ഖേദം പ്രകടിപ്പിച്ചത്? അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് വാർത്ത വായിക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും. വാർത്ത ഇങ്ങനെയാണ്: കൊച്ചി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിൽ മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ ഖേദം പ്രകടിപ്പിച്ചു. ജസ്റ്റിസ് കെമാൽ പാഷ വോയിസ് എന്ന സ്വന്തം യൂട്യൂബ് ചാനൽ വഴി നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ ഡോക്ടർ കെ എം എബ്രഹാം അയച്ച വക്കീൽ നോട്ടീസിനെ തുടർന്നാണ് നടപടി. ജസ്റ്റിസ് കെമാൽ പാഷ വീഡിയോ പിൻവലിക്കുകയും ഖേദം പ്രകടിപ്പിച്ച് വക്കീൽ നോട്ടീസിന് മറുപടി നൽകുകയും ചെയ്തു. ഏപ്രിൽ 11, 20 തീയതികളിൽ അപ്ലോഡ് ചെയ്ത 2 വീഡിയോകളിലായാണ് വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് എന്നാണ് മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന വാർത്ത. ജസ്റ്റിസ് കെമാൽ പാഷയുടെ സ്വന്തം യൂട്യൂബ് ചാനലായ ജസ്റ്റിസ് കെമാൽ പാഷ വോയിസിലൂടെ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ കെ എം എബ്രഹാമിന് അപകീർത്തികരമാണ് എന്ന് കണ്ട് കെ എം എബ്രഹാം വക്കീൽ നോട്ടീസ് അയക്കുന്നു. ആ വക്കീൽ നോട്ടീസിന് നൽകിയ മറുപടിയിലാണ് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 11, 20 തീയതികളിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ അഭിപ്രായങ്ങളിലാണ് ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കുകയും ആ യൂട്യൂബ് വീഡിയോകൾ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് വാർത്ത. ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഡോക്ടർ കെ എം എബ്രഹാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന വലിയ ആൾക്കൂട്ടം തന്നെയുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽപ്പെട്ട ഒരാളായി ജസ്റ്റിസ് കെമാൽ പാഷ മാറിയിട്ടുണ്ട്. അങ്ങനെ മാറാൻ പാടുണ്ടോ എന്ന ചോദ്യമൊക്കെ അവിടെ ഉയരുന്നുണ്ട്. എന്നിരുന്നാലും തെറ്റായ വാർത്ത പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതേക്കുറിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനായ പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതും കൂടി വായിച്ചു കഴിയുമ്പോൾ മാത്രമേ ഈ വാർത്ത പൂർണ്ണമാകൂ. അതിങ്ങനെയാണ്: ആളറിഞ്ഞ് കളിക്കടോ എന്നാണ് തലക്കെട്ട് തന്നെ. ആളറിഞ്ഞ് കളിക്കടോ എന്നാണ്. ജസ്റ്റിസ് കെമാൽ പാഷ ഖേദം പ്രകടിപ്പിച്ച വിഷയത്തെക്കുറിച്ചാണ് പ്രേംകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തലക്കെട്ട് ആളറിഞ്ഞ് കളിക്കടോ എന്നും. ഡോക്ടർ കെ എം എബ്രഹാമിനെതിരെ ഹൈക്കോടതി വിധി വന്ന വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തതും ഓർമ്മയുണ്ടാവുമല്ലോ. ഉമ്മൻചാണ്ടി കാലത്ത് നടന്നു എന്ന് പറയുന്ന സംഗതി അക്കാലത്തു തന്നെ വിജിലൻസ് അന്വേഷിച്ച് വസ്തുതയില്ലെന്ന് കണ്ട് തള്ളിക്കളഞ്ഞ കേസ്. നോട്ട് ഓൺലി ദാറ്റ്, സഹാറ സ്കാം എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെട്ട് 25,000 കോടി രൂപ സർക്കാരിലേക്ക് മുതൽക്കൂട്ടിയ കെ എം എബ്രഹാം 2 കോടിയുടെ തട്ടിപ്പ് നടത്താൻ പോവില്ലെന്നറിയാഞ്ഞിട്ടല്ല പിണറായി വിജയനെ ഒന്ന് ശരിയാക്കാമെന്ന് കരുതി ചില പതിവ് വേഷങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങിയ വാർത്ത. അത് ശരിയാണ്. സഹാറ തട്ടിപ്പ് കേസിൽ 25,000 കോടി രൂപ സർക്കാരിലേക്ക് മുതൽക്കൂട്ടിയ വ്യക്തിയാണ്. അദ്ദേഹമാണ് 2 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്ന ആരോപണം ഉയരുകയും അത് വലിയ വാർത്തയാകുകയും കോടതിയിൽ നിന്ന് ആദ്യം അനുകൂല വിധി നേടുകയും ഒക്കെ ചെയ്ത് അത് വലിയ വാർത്തയാക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം എന്നതുകൊണ്ട് മാത്രമാണ് അതിന് ഇത്രയും പ്രാധാന്യം നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ നൽകിയത്. സംഭവം നടക്കുന്നത് എപ്പോഴാണ്? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. എന്നിട്ടും അത് പിണറായി വിജയൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നടത്തിയ ഒരു ശ്രമം, അതാണ് മാധ്യമങ്ങളിലൂടെ നാം കണ്ടത്. അതേക്കുറിച്ചാണ് പ്രേംകുമാർ പറയുന്നത്. ആഘോഷ കമ്മിറ്റിയിൽ ഏറ്റവും മുന്നിൽ മഹാനായ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി കെമാൽ പാഷയായിരുന്നു.
സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയായിരുന്നു ലെവൻ്റെ തെറിവിളി. സാധാരണ ഇങ്ങനെ പറഞ്ഞാൽ കേസ് കൊടുക്കുകയോ തിരിച്ച് പാരിതോഷികങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്ന പതിവില്ല CM ഓഫീസിലുള്ളവർക്ക്. ഇത്തവണ പതിവൊന്ന് ചെറുതായി തെറ്റിക്കുകയാണ്. ആദ്യപടിയായി കെമാൽ ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. നോട്ടീസ് കിട്ടിയ പാതി കിട്ടാത്ത പാതി അതിധീരനായ ടിയാൻ വീഡിയോകൾ ഡിലീറ്റ് ചെയ്തു. അനന്തരം 7 പാര ലേലു അല്ലു മറുപടി അയച്ചു. അതിൽ 7 തരത്തിലാണ് മാപ്പപേക്ഷകൾ. 1. തനിക്ക് ഡോക്ടർ KM എബ്രഹാമിനോട് വ്യക്തിപരമായ വൈരാഗ്യമില്ല. 2. കേട്ടറിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് കരുതി വീഡിയോ ചെയ്യുകയായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിൻ്റെ അനന്തരഫലങ്ങൾ തിരിച്ചറിയുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. 4. KM എബ്രഹാമിനെതിരെ ഒരു കണ്ടെത്തലും ഇല്ലാത്തതുകൊണ്ടും കേസ് കോടതിയുടെ പരിഗണനയിലായതുകൊണ്ടും ഈ വിഷയത്തിൽ താൻ ഒരു അഭിപ്രായവും പറയാൻ പാടില്ലായിരുന്നു. 5. സുപ്രീം കോടതിയുടെ സ്റ്റേ വന്നതിന് ശേഷമായിരുന്നുവെങ്കിൽ താൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ലായിരുന്നു. 6. ഇപ്പോൾ ആ വീഡിയോകൾ തനിക്ക് പോലും കാണാൻ പറ്റാത്ത നിലയിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 7. ദയവ് ചെയ്ത് കേസുമായി മുന്നോട്ട് പോകരുത്. ലേലുവല്ലു ലേലുവല്ലു ലേലുവല്ലു. ഇതാണ് 7 പാരഗ്രാഫിൽ പറഞ്ഞ മാപ്പപേക്ഷയിലെ കാര്യങ്ങൾ പ്രേംകുമാർ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പ്രേംകുമാർ തുടരുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചാരണം നടത്തിയതിന് മാപ്പ് പറയേണ്ടി വന്ന ആദ്യത്തെ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി എന്ന മനോഹരമായ റെക്കോർഡിന് ഉടമയാവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് മഹാനായ കെമാൽ പാഷയ്ക്ക്. അഭിവാദ്യങ്ങൾ, ആശംസകൾ. പക്ഷേ KM എബ്രഹാമിൻ്റെ ഡിമാൻഡ് ഇതായിരുന്നില്ല എന്നറിയുക. കെമാൽ പാഷ പരസ്യമായി മാപ്പ് പറയണം. മുൻനിര പത്രങ്ങളിലടക്കം മാപ്പപേക്ഷ പ്രസിദ്ധീകരിക്കണം. ഇത് രണ്ടും ലെവൻ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് കേസുമായി മുന്നോട്ട് പോവാൻ കണ്ണിൽ ചോരയില്ലാത്ത KM എബ്രഹാം തീരുമാനിച്ചാൽ ഇന്ത്യാ ചരിത്രത്തിലെ മനോഹരമായ മറ്റൊരു റെക്കോർഡിന് ഉടമയാവാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ് പരമമാന്യനായ പാഷയ്ക്ക്. സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചാരണം നടത്തിയതിന് ക്രിമിനൽ കേസിൽ കൂട്ടിൽ കയറുന്ന ആദ്യത്തെ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി. രണ്ടായാലും യൂട്യൂബറുടെ കാര്യം കുശാലാണ്. ഏറെ ബഹുമാനത്തോടെ, അതിലേറെ ആദരവോടെ, അതിലേറെ വിനയത്തോടെ കോശി പറഞ്ഞത് മാത്രമേ കെമാൽ പാഷയോട് പറയാനുള്ളൂ. ആളറിഞ്ഞ് കളിക്കട. ഇത് പറഞ്ഞുകൊണ്ടാണ് പ്രേംകുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഏറെ ബഹുമാനത്തോടെ, അതിലേറെ ആദരവോടെ, അതിലേറെ വിനയത്തോടെ കോശി പറഞ്ഞത് മാത്രമേ കെമാൽ പാഷയോട് പറയാനുള്ളൂ. ആളറിഞ്ഞ് കളിക്കടോ എന്ന് ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സംഭവം ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും പ്രേക്ഷകർക്ക്. കേട്ട പാതി കേൾക്കാത്ത പാതി ചാടിയിറങ്ങി പ്രതികരിച്ചതിൻ്റെ ഒരു ഫലമാണ് ജസ്റ്റിസ് കമാൽ പാഷ ഇപ്പോൾ അനുഭവിക്കുന്നത്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾക്ക് പരസ്യമായി ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു എന്നത് ചെറിയ കാര്യമല്ല. കെമാൽ പാഷ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ എത്ര ആളുകൾ ആണ് ഇത്തരം വാർത്തകൾ കേട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്നോർക്കണം. നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്ന തെറ്റായ കാര്യങ്ങൾ എത്ര ആളുകളെയാണ് സ്വാധീനിക്കുന്നത് എന്നോർക്കണം. ഇത് ഒരു സൂചനയാണ്. എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക. ഇതാണ് ഇവരുടെ ഒക്കെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തും ചെയ്യും. ഒരു വസ്തുതയും അന്വേഷിക്കാതെ എന്തു വാർത്തയും നൽകും, എന്തും പറയും എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന, സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഇത്തരക്കാരുടെ ഈ നിലപാട് എന്തൊരു അപകടകരമായ സ്ഥിതിയിലേക്കാണ് കേരളത്തെ എത്തിക്കുക എന്ന് തിരിച്ചറിയാനെങ്കിലും ഇതിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ.